ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ജനമൈത്രി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റി എക്സാമിൻ്റെ പാർട്ട് 17 PDF ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറുമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, ചെറുകിട സംഭാരകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുന്ന സംവിധാനം ഏത്? ഉത്തരം റീജിയണൽ റൂറൽ ബാങ്കുകൾ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രസ്റ്റിഷിപ്പ് എന്ന സാമ്പത്തിക ആശയത്തിന്റെ വജ്ഞാതാവ്? ഉത്തരം ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? ഉത്തരം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭാഷ സംരക്ഷിക്കാനുള്ള അവകാശം ഏത് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം? ഉത്തരം 1952. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1952. അടുത്ത ക്വസ്റ്റ്യൻ, ലോകസഭയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന ആകെ മണ്ഡലങ്ങൾ എത്ര? ഉത്തരം 84. ലോകസഭയിൽ പട്ടികജാതി വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്തിരിക്കുന്ന ആകെ മണ്ഡലം 84 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വോട്ടവകാശം ഏതുതരം അവകാശത്തിന് ഉദാഹരണമാണ്? ഉത്തരം ഭരണഘടനാപരമായ അവകാശം. ഭരണഘടനാപരമായ അവകാശമാണ് ഇന്ത്യയിലെ വോട്ടവകാശം. അടുത്ത 407 ക്വസ്റ്റ്യൻ, വോട്ടർ പേര് ചേർക്കൽ, പേര് നീക്കം ചെയ്യൽ എന്നിവയ്ക്ക് സഹായിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം ബൂത്ത് ലെവൽ ഓഫീസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഏത്? ഉത്തരം അനുച്ഛേദം 21A. വിദ്യാഭ്യാസത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം 21A ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിന്റെ കണ്ടെത്തൽ എന്നറിയപ്പെടുന്ന നടപടിക്രമം ഏതാണ്? ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ്. ഇന്ത്യൻ പാർലമെന്ററി സംവിധാനത്തിന്റെ കണ്ടെത്തൽ എന്നറിയപ്പെടുന്ന നടപടിക്രമം ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് ആരാണ്? ഉത്തരം സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ തർക്കമുണ്ടായാൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് സുപ്രീം കോടതിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന വികസന കൗൺസിലിന്റെ അധ്യക്ഷനാര്? ഉത്തരം മുഖ്യമന്ത്രി. സംസ്ഥാന വികസന കൗൺസിലിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ? ആറാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ അധ്യക്ഷൻ? ഉത്തരം MS വിജയാനന്ദ്. ഇത് 413 ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഹരിത കേരള മിഷന്റെ ലക്ഷ്യങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം പരിസ്ഥിതി ലോല പ്രദേശത്തെ നിർമ്മാണങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതുവെ അറിയപ്പെടുന്ന പേരെന്ത്? ഉത്തരം ആയുഷ്മാൻ ഭാരത്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പൊതുവെ അറിയപ്പെടുന്നത് ആയുഷ്മാൻ ഭാരത്. അടുത്ത ക്വസ്റ്റ്യൻ, സർക്കാർ ആശുപത്രികളിലെ രോഗി സൗഹൃദമാക്കാനുള്ള പദ്ധതി ഏത്? ഉത്തരം ആർദ്രം മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവരക്ഷാ മരുന്നുകളായ
സ്റ്റിറോയിഡുകൾ തുടർച്ചയായി അമിത അളവിൽ കഴിക്കുന്നവരിൽ കണ്ടുവരുന്ന ജീവിതശൈലി രോഗമേത്? ഉത്തരം പ്രമേഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അമിത ഉപയോഗം, പുകവലി, വ്യായാമക്കുറവ് തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങൾ ഏത് ജീവിതശൈലി രോഗാവസ്ഥയ്ക്ക് കാരണമാകും? ഉത്തരം അതിരക്തസമ്മർദ്ദം. അടുത്ത ക്വസ്റ്റ്യൻ, വൃക്കയിൽ ഉണ്ടാകുന്ന ചെറിയ കല്ലുകൾ പൊടിച്ചു കളയാൻ ഉപയോഗിക്കുന്നത് എന്ത്? ഉത്തരം അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, 60 വാട്ട് പവറുള്ള ഒരു ഫാൻ 2 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ വിനിയോഗിക്കുന്ന ഊർജം എന്ത്? ഉത്തരം 0.12 kWh. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 420. പാസ്കൽ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം ഹൈഡ്രോളിക് പ്രസ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം ഹൈഡ്രജൻ സംവിധാനം മാത്രം തീ പിടിക്കുന്നതാണ്. അതാണ് ശരിയല്ലാത്ത പ്രസ്താവന. അടുത്ത ക്വസ്റ്റ്യൻ, സിമന്റ് സെറ്റിംഗ്സ് സമയം നിയന്ത്രിക്കാനായി അതിൽ ചേർക്കുന്നത് എന്ത്? ഉത്തരം ജിപ്സം. ജിപ്സമാണ് സിമന്റിന്റെ സെറ്റിംഗ് സമയം നിയന്ത്രിക്കാനായി അതിൽ ചേർക്കുന്നത്. അടുത്തത്, എൻഡോസൾഫാൻ ഏതിനത്തിൽപ്പെട്ട കീടനാശിനിയാണ്? ഉത്തരം ഓർഗാനോക്ലോറൈഡ്. എൻഡോസൾഫാൻ ഏതിനത്തിൽപ്പെട്ട കീടനാശിനിയാണ്? ഏതിനത്തിൽപ്പെട്ടതാണ്? ഓർഗാനോക്ലോറൈഡ്. അടുത്തത്, മലയാളത്തിൽ നിന്ന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരുടെ ശരിയായ ക്രമം ഏത്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, എം ഡി വാസുദേവൻ നായർ, ONV കുറുപ്പ്, അത്തിക്കൽ. ഏതൊക്കെയാണ്? ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി, എം ഡി വാസുദേവൻ നായർ, ONV കുറുപ്പ്, അത്തിക്കൽ. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ കാൻഫെഡിന്റെ പ്രവർത്തനം ബന്ധപ്പെട്ടിരിക്കുന്ന മേഖല ഏത്? ഉത്തരം അനൗപചാരിക വിദ്യാഭ്യാസം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഉത്തരം കഥകളിയുടെ ഉന്നമനത്തിനായി പ്രയത്നിച്ച മലയാള കവി കുമാരനാശാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കകത്തും പുറത്തും കലയുടെ പ്രചരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനം ഏത്? ഉത്തരം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. ഇന്ത്യക്കകത്തും പുറത്തും കലകളുടെ പ്രചാരണത്തിനായി രൂപം കൊണ്ട സ്ഥാപനമാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിക്കപ്പെട്ട അധ്യാപിക ആര്? ഉത്തരം ബിയാട്രിസ്. ബിയാട്രിസ് ആണ് ലോകത്തിലാദ്യമായി നിർമ്മിത ബുദ്ധിയിലൂടെ നിർമ്മിക്കപ്പെട്ട അധ്യാപിക. അടുത്തത് 529ാമത്തെ ക്വസ്റ്റ്യൻ, 15ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഏത്? ഉത്തരം ജോഹന്നാസ്ബർഗ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം ജസ്റ്റിസ് എസ് മണികുമാർ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ജസ്റ്റിസ് എസ് മണികുമാർ. അടുത്തത്, 2022 JC ഡാനിയൽ അവാർഡ് ജേതാവ് ആര്? ഉത്തരം KP കുമാരൻ. 2022 JC ഡാനിയൽ അവാർഡ് ജേതാവ് KP കുമാരനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി സമഗ്ര സ്വസ്ഥ മിഷൻ അഥവാ PMSSM എന്ന നാമകരണം ചെയ്യപ്പെട്ട പദ്ധതി ഏത്? ഉത്തരം ഹരിയാലി. അടുത്ത 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത്? ഉത്തരം അടിത്തട്ട്. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടിത്തട്ട്. അടുത്ത്, ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചതെന്ന്? ഉത്തരം 2023 ജൂലൈ 14. 2023 ജൂലൈ 14 ചന്ദ്രയാൻ 3 ദൗത്യം വിക്ഷേപിച്ചത്. അടുത്തത്, 2023 ഏപ്രിൽ സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമായ രാജ്യമേത്? ഉത്തരം ഫിൻലാൻഡ്. 2023 ഏപ്രിൽ സൈനിക രാജ്യമായ നാറ്റോയിൽ അംഗമായ രാജ്യം ഫിൻലാൻഡ്. അത് 436ാമത്തെ ക്വസ്റ്റ്യൻ, ഏതിന് ഉപഗ്രഹത്തിന്റെ ഉദാഹരണമാണ് NVS-01? ഉത്തരം നാവിഗേഷൻ ഉപഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് സിദ്ധാരാമയ്യ? ആൻസർ കർണാടക. അടുത്ത ക്വസ്റ്റ്യൻ, സബ്മിഷൻ എന്നതിന്റെ മലയാള പരിഭാഷ? ഉത്തരം സമർപ്പണം. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർത്തിരിക്കുന്ന വാക്യത്തിൽ അനുപ്രയോഗം ചേർന്ന് വരുന്നത്? ഉത്തരം എന്റെ പേന കളഞ്ഞുപോയി. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ് D ഫയൽ
എക്സ്റ്റിങ്ഷൻ ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള തീയാണ് കെടുത്താൻ കഴിയും? ഉത്തരം ജ്വലന സ്വഭാവമുള്ള ലോഹങ്ങളിൽ ഉണ്ടാകുന്ന തീപിടുത്തം. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നുള്ള ചൂട് നമ്മളിലേക്ക് എത്തുന്നത് ഏത് രീതിയിലാണ്? ഉത്തരം വികിരണം. സൂര്യനിൽ നിന്നുള്ള ചൂട് നമ്മളിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. അടുത്തത്, താഴെ പറയുന്നതിൽ ഏത് തീപിടുത്തമാണ് ക്ലാസ് ഇയിൽ പെടുന്നത്? ഉത്തരം ഇലക്ട്രിക് വയറുകൾ, സർക്യൂട്ട് ബ്രേക്കുകൾ, കേബിളുകൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തം. അടുത്ത 443ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് തരത്തിലുള്ള ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് വാതകം മൂലമുണ്ടാകുന്ന തീപിടുത്തം നിയന്ത്രിക്കാൻ ഏറ്റവും അനുയോജ്യമായത്? ഉത്തരം ട്രൈ കെമിക്കൽ പൗഡർ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഫോം ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് തിരിച്ചറിയാനായി ഉപയോഗിക്കുന്ന ബ്രാൻഡിന്റെ കളർ താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം ക്രെയിം. 1 കിലോ ഇന്ധനം പൂർണ്ണമായും ജ്വലിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ഡാഷ്. ഉത്തരം കലോറിഫിക് മൂല്യം. അടുത്തത്, താഴെ പറയുന്നതിൽ ഏത് പദാർത്ഥത്തിനാണ് ഏറ്റവും ഉയർന്ന തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത്? ഉത്തരം വജ്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കെട്ടിടത്തിന്റെ സ്മോക്കിംഗ് ഡിറ്റക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ സ്ഥലം താഴെ പറയുന്നതിൽ ഏതാണ്? ഉത്തരം സീലിംഗിന് സമീപം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഇവാക്വേഷൻ പ്ലാന്റിന്റെ ഉദ്ദേശം എന്താണ്? ഉത്തരം അടിയന്തര സാഹചര്യങ്ങളെ ഫലപ്രദമായി നേരിടാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ സ്വയം കത്തുന്ന വാതകം ഏത്? ഉത്തരം ഹൈഡ്രജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്ററിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായത്? ഉത്തരം പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഫലപ്രദമായി താളം പുനരാരംഭിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്ന ഒരു വൈദ്യുതാഘാതമാണിത്. രണ്ടാമത്തത്, നെഞ്ചുവേദനയുണ്ടെന്ന് പറയുന്ന ഏതൊരു വ്യക്തിക്കും ഇത് ഉപയോഗിക്കാം. മൂന്നാമത്തത്, വൈദ്യുതിയുടെ സഹായമില്ലാതെ ഹൃദയതാളം പുനരാരംഭിക്കാൻ ഇത് ഉപയോഗിക്കാം. നാലാമത്തത്, കുട്ടികൾ സാധാരണയായി ഓട്ടോമാറ്റിക് എക്സ്റ്റേണൽ ഡിഫിബ്രില്ലേറ്റർ ഉപയോഗിക്കാറില്ല. ഇതിൽ ഒന്നാമത്തതാണ് ശരി. പെട്ടെന്ന് ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് ഫലപ്രദമായി താളം പുനരാരംഭിക്കാൻ ഹൃദയത്തെ സഹായിക്കുന്ന ഒരു വൈദ്യുതാഘാതമാണിത്.